അശോ ചേച്ചി, ഞാൻ അരി ഇടുന്നുണ്ടേ. ഇനി കറിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ചേച്ചി, ഞാൻ അരിയിടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ? അശോ ചേച്ചി, ഒരു വീട്ടില് രണ്ടായിട്ട് പാചകം ചെയ്യാൻ പാടില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഭാഗം വെച്ച് പിരിയുന്ന പോലെ അല്ല. ഒരു വീട്ടിൽ രണ്ടടുക്കളയായ ഐശ്വര്യക്കേടാ. മാറങ്ങോട്ട്. ബാലമാമൻ അറിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും ചേച്ചി. വേണ്ട ചേച്ചി. കൈയെടുക്കടി. പറയുന്നത് ഒന്ന് കേൾക്ക് ചേച്ചി. കൈയെടുക്കാൻ. എടി, പാചകവും അടുക്കളയും രണ്ടായത് നീ കാരണം. ചേച്ചി മിണ്ടായിരിക്കടി. അശ്വതി, ഊണ് റെഡിയായല്ലോ. ഇവിടെ ഓരോരുത്തരുടെ ഭാവം കണ്ടാ തോന്നും വലിയ പാചകക്കാരിയാണെന്ന്. അടുത്തത് എത്തിയിട്ടുണ്ട്. ചാരുമോളെ, നല്ല മണം വരുന്നുണ്ടല്ലോ. മാമ്പഴപ്പുളിശ്ശേരിയാ ബാലമാമൻ. ആ, കൊള്ളാം. അശ്വതി, നീ എന്താ ഉണ്ടാക്കിയത്? സാമ്പാറും ഉണക്കമീൻ വറുത്തതാമേ. ഓ, അപ്പൊ ഇയാൾക്ക് മണം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഉണക്കമീൻ വറുത്തതിന്റെ മണവാ, അല്ലാതെ മാമ്പഴപ്പുളിശ്ശേരിയുടെതല്ല. എന്താ പറഞ്ഞ്? മനസ്സിലായില്ല. ഈ വീട്ടിൽ രണ്ടെടുപ്പോ? അതെ, അതിനിപ്പോ എന്താ കുഴപ്പം? നിങ്ങളുടെ പെങ്ങടെ മോൾ ഉണ്ടാക്കിയതേ ഞങ്ങൾ തിന്നാവൂന്ന് നിർബന്ധമുണ്ടോ? എനിക്കും എന്റെ മോനും അവന്റെ ഭാര്യയ്ക്കുള്ളത് അശ്വതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു കൂട്ടുകുടുംബമാണോ? എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. അത് ഇല്ലാതാക്കിയല്ലോ നീ. നീ എന്ന് ഈ കുടുംബത്തിന് ചേർന്നവളല്ല. അച്ഛാ, അമ്മയെ കുറ്റം പറയണ്ട. ചാരു ഉണ്ടാക്കുന്നത് കഴിക്കണ്ടെന്ന് പറഞ്ഞത് ഞാനാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ. എന്താ അശ്വതി നീ ഇങ്ങനെ? എല്ലാത്തിനും കാരണക്കാരിയല്ലേ ദേ ഈ നിൽക്കുന്നത്. ഇനി മുതൽ ഈ വീട്ടില് രണ്ടടുക്കളയാ. ഈശ്വര, ഇതൊക്കെ കാണാൻ മാത്രം ഞാൻ എന്ത് പാപാ ചെയ്തത്? എന്നെ അങ്ങ് വിളിച്ചൂടെ? അയ്യോ,